ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടെ നാട് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സപ്ലിമെന്ററി വോട്ടർ പട്ടിക പുറത്തിറക്കി. SIR മൂലം ജോലി സമ്മർദ്ദമെന്ന് BLOമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും വോട്ടർ പട്ടിക പുതുക്കലും ഒരേ സമയം നടത്തുന്നത് കടുത്ത സമ്മർദ്ദമെന്ന് പരാതി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാനാവാതെ അധികൃതർ. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ കൊല്ലപ്പെട്ട സംഭവം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഷമീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭക്തിയുടെ നിറവിൽ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കം. ശബരിമല ക്ഷേത്രനട തുറന്നു. ദർശനത്തിന് വൻ തിരക്ക്. വിശദാംശങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടെ നാട് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. പ്രചരണം ആരംഭിച്ചതിന്റെ ആദ്യ ഞായറാഴ്ച സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കാണുന്നതിന്റെ തിരക്കിലാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതും സ്വകാര്യതയെ ഹനിക്കുന്നതുമായ പ്രചരണം പാടില്ല. ജാതി മതവികാരങ്ങൾ മുതലെടുത്ത് വോട്ട് പിടിക്കുന്നതും കുറ്റകരമാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സപ്ലിമെന്ററി വോട്ടർ പട്ടിക പുറത്തിറക്കി. ഇതുപ്രകാരം സംസ്ഥാനത്താകെ 2,84,60,271 വോട്ടർമാരാണുള്ളത്. 2,67,587 വോട്ടാണ് പുതിയതായി ചേർത്തത്. 34,745 വോട്ട് നീക്കം ചെയ്തു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാനായി നിരീക്ഷകരെ നിയമിച്ചു. തൃശൂരിൽ കില ഡയറക്ടർ A. നിസാമുദ്ദീനാണ് പൊതു നിരീക്ഷകൻ. സ്ഥാനാർത്ഥികളുടെ ചെലവുകൾ നിരീക്ഷിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയമിച്ചു. SIR മൂലം ജോലി സമ്മർദ്ദമെന്ന് BLOമാർ. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനമൊടുക്കിയതിനെ തുടർന്ന് BLOമാർ കടുത്ത പ്രതിഷേധത്തിലാണ്. SIR ജോലി സമ്മർദ്ദം കാരണമാണ് അനീഷ് ജീവനൊടുക്കിയതെന്നാണ് സംശയം. ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് നേരത്തെ അനീഷ് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പുതുക്കലും ഒരേ സമയം നടത്തുന്നത് ജീവനക്കാർക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നാണ് പരാതി. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് BLOമാരുടെ കൂട്ടായ്മ അറിയിച്ചു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാനാവാതെ അധികൃതർ. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. തൃശൂരിൽ നിന്ന് കോഴിക്കോട് കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ഗുരുവായൂരിലേക്കും കുന്നംകുളത്തേക്കും സർവീസ് നടത്തുന്ന ബസ്സുകളുമാണ് മത്സരയോട്ടം നടത്തുന്നത്. മത്സരയോട്ടത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും പതിവാണ്. ബസ്സുകളുടെ മത്സരയോട്ടം മൂലം നിരവധി അപകടങ്ങളാണ് ദിനവും ഈ റൂട്ടിലുണ്ടാവുന്നത്. എന്നാൽ മത്സരയോട്ടം ഇല്ലാതാക്കാൻ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ കഴിയുന്നില്ല. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ കൊല്ലപ്പെട്ട സംഭവം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഷമീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച് തൃശൂർ സെൻട്രൽ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കി. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഭക്തിയുടെ നിറവിൽ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കം. ഇനിയുള്ള 41 നാളുകൾ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകും. മാലയിട്ട് വ്രതം ആരംഭിക്കുവാനും കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകുവാനും അയ്യപ്പ ഭക്തരൊരുങ്ങി. ഡിസംബർ 27 മണ്ഡലകാലം അവസാനിക്കും. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. അഭൂതപൂർവമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇടവേള. ദൈവശബ്ദം 2025
മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വയനാട് മാനന്തവാടി സ്വദേശി കുളത്തിങ്കൽ ഫൈസലാണ് പിടിയിലായത്. ഈ മാസം 10-നാണ് നഗരമധ്യത്തിലെ സ്ഥാപനത്തിൽ നിന്നും 14 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷണം പോയത്. സമീപ പ്രദേശങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ചും സമാനമായി കുറ്റകൃത്യം ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണമാണ് ഫൈസലിലേക്ക് എത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ക്യാമറകൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. പെട്രോൾ പമ്പിന് സമീപത്ത് പ്രധാന റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ വരാക്കര പള്ളിക്കുന്ന് പ്രദേശത്തേക്കുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് തോട്ടുമുഖം പമ്പ് ഹൌസിലെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത്. കിഫ്ബി ഏറ്റെടുത്ത റോഡിന്റെ ടാറിംഗ് തകർന്ന് ഗർത്തം രൂപപ്പെട്ട നിലയിലാണ്. പൈപ്പ് പൊട്ടിയത് മൂലം 2 ദിവസം മേഖലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. 50 വർഷത്തോളം പഴക്കമുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇടയ്ക്കിടെ തകരാറുകൾ സംഭവിക്കാൻ കാരണം. നിരവധി തവണ പരാതി നൽകിയിട്ടും പൈപ്പ് മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുടയിൽ തുടക്കമാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 8500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളാണ് പ്രധാന വേദി. 22 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം TCV സമഗ്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 100 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ഇതോടനുബന്ധിച്ച് റൂറൽ SP നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. പാർക്കിങ്ങിനായി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. ഗതാഗത തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പോലീസ് അറിയിച്ചു. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ചെന്തങ്ങ് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ വനജ, മകൻ വിജേഷ് എന്നിവരെ ശനിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അറിവായിട്ടുണ്ട്. വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. ഗുരുഭവനപുരിയെ സംഗീത സാന്ദ്രമാക്കി 15 ദിവസം നീണ്ടുനിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല ഉയർന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ദേവസ്വം ഏർപ്പെടുത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K. അംബികാദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് പുരസ്കാര സ്വീകർത്താവിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സംഗീതാർച്ചനയിൽ തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000ഓളം പേർ സംഗീതാർച്ചന നടത്തും. ഏകാദശി ദിവസമായി ഡിസംബർ 1-ന് അർദ്ധരാത്രിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിന് തിരിതെളിഞ്ഞു. ഇനിയുള്ള 10 നാൾ കടവല്ലൂർ ദേശം വേദ മന്ത്രധ്വനികളാൽ മുഖരിതമാകും.
തിരുനാവായ യോഗത്തിലെയും തൃശ്ശിവപേരൂർ യോഗത്തിലെയും വേദപണ്ഡിതർ തമ്മിൽ നടക്കുന്ന ഋഗ്വേദ വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യത്തിന്റെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓൺലൈനായി നിർവഹിച്ചു. മനുഷ്യകുലത്തിന്റെ അമൂർത്ത സംസ്കാര പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച നമ്മുടെ വേദപാരായണങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ കെ അജയൻ, കെ സുരേഷ് ബാബു, അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കമ്പാട്ട് നാരായണൻ, സെക്രട്ടറി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാജേഷ് ചേർത്തലയും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ വിസ്മയം അരങ്ങേറി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. 3000 രൂപ കടം കൊടുത്തത് തിരികെ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. അന്തിക്കാട് സ്വദേശി താണ്ടിയേക്കൽ നവീനെ ആക്രമിച്ച കേസിലാണ് നടപടി. പുത്തൻപിടിക സ്വദേശികളായ പള്ളത്തി വീട്ടിൽ രാകേഷ്, പുളിക്കൽ വീട്ടിൽ സന്തോഷ്, യദുകൃഷ്ണൻ, ശിവനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. നാട്ടിക പുത്തൻതോടിന് സമീപം കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂർ സ്വദേശി ആചാര്യ വീട്ടിൽ ഹാരിഷ്, ഭാര്യ ബിസ്മി ഹാരിഷ്, കരുനാഗപ്പള്ളി രാജ്ഭവൻ വീട്ടിൽ ഗിരീഷ്, ഭാര്യ ആർഷ, മോണി എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പത്തനംതിട്ടയിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. കുരിയച്ചിറയിലുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഒല്ലൂർ സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി പിടിയിൽ. പൊന്നോത്ത് വീട്ടിൽ ഫൈസലിനെയാണ് ഒല്ലൂർ പോലീസ് പാലക്കാട് നിന്നും പിടികൂടിയത്. പ്രതിക്ക് അമരശ്ശേരി, വെള്ളായിൽ, കോഴിക്കോട് ടൗൺ, കളമശ്ശേരി എന്നീ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 6ഓളം കേസുകളുണ്ട്. കുടൂർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ LDF-ൽ ധാരണയായില്ല. ഇതോടെ CPM, CPI നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഷിജി യാക്കോബ് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. AIYF മാള മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷിന്റെ പോസ്റ്ററുകൾ CPI നേതാക്കളും പ്രചരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോര് മുറുകുന്നതിനിടയിലും തിരുവല്ലാമല പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ. 17ാം വാർഡിൽ ഇപ്പോഴത്തെ 13ാം വാർഡ് കുണ്ടുപറമ്പ് ഉന്നതിയിൽ നിന്നും മുൻ പൊതുപ്രവർത്തകനും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന സുരേഷ് കോൺഗ്രസിൽ ചേർന്നു. വരും ദിവസങ്ങളിൽ 40-ൽ പരം ഇടതുപക്ഷ അനുയായികൾ സുരേഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് വരുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം അറിയിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സുരേഷിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KG സന്തോഷ്, U അബ്ദുള്ള എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂരിൽ സ്വകാര്യ ബ്യൂട്ടി ഹബ് കത്തി നശിച്ചതിൽ സംശയം. ലക്ഷങ്ങൾ മുടക്കിയ സ്ഥാപനം അഗ്നിക്കിരയായതോടെ ജീവിതം തന്നെ വഴിമുട്ടി സ്ഥാപന ഉടമകളായ ദമ്പതികൾ. വെളിയന്നൂരിലെ പ്രീത ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന റൈസി മേക്ക് ഓവർ ആൻഡ് ബ്യൂട്ടി ഹബ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച പകൽ തീപിടുത്തമുണ്ടായത്. സ്ഥാപനം തുറന്ന ശേഷം താക്കോൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഏൽപ്പിച്ച് ആവശ്യത്തിനായി പുറത്തുപോയ സ്ഥാപന ഉടമ റൈസി അഗ്നിബാധ അറിഞ്ഞാണ് തിരിച്ചെത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. മേക്കപ്പ്, ഫാൻസി ഉൽപ്പന്നങ്ങളും വാടകയ്ക്ക് നൽകാൻ കരുതിയ ബ്രൈഡൽ വസ്ത്രങ്ങളുമെല്ലാം കത്തി നശിച്ചു.
ഏകദേശം 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെയാണ് വാടക തർക്കത്തെ തുടർന്ന് കെട്ടിടമൊഴിയാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബിൽഡിംഗ് മാനേജ്മെന്റിൽ സ്ഥാപന ഉടമയ്ക്ക് സംശയം തോന്നാൻ കാരണം. ഇവര് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇതിൽ ചെയ്തു തന്നിട്ടില്ല. ചെയ്തരേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇവര് നമ്മളോട് ഒഴിയാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് ചെയ്യണത്. ഇതൊരു 2 ദിവസം മുന്നേ മാനേജർമാർ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണക്ഷൻ ഉണ്ടായാലല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മാനേജർ ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തീയുടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തീ പിടിച്ചതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് കാണാനില്ല. ഫയർഫോഴ്സിനെ വിളിക്കാനായാലും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ തടസ്സപ്പെടുത്തുക ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവര് തന്നെ ചെയ്തതാണ് എന്നെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംശയം എനിക്കുണ്ട്. 15 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയ സ്ഥാപനം സമീപകാലത്തായി ബിസിനസ് കുറഞ്ഞത് പ്രതിസന്ധിയായി തുടരുമ്പോഴാണ് ഇടുത്തി പോലെ അഗ്നിബാധയും ഉണ്ടായത്. ഇതോടെ സാമ്പത്തികമായി തകർന്ന ഇവരുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം അവർ ചെയ്തു തരുന്നില്ല. അവർ ഒഴിയാനാണ് നമ്മളോട് പറയണത്. കുറെ നാശനഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഇപ്പോ പുതിയ ഒരിടം കണ്ടെത്തി സാധനങ്ങളെല്ലാം മാറ്റാനും ബിസിനസ് തുടരാനും ആഗ്രഹിക്കുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഇവരെ തളർത്തുകയാണ്. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ വിവിധ റോഡുകളിൽ നിന്നുള്ള വെള്ളം നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വെള്ളം ഒഴുക്കിവിടുന്നത് മൂലം റോഡ് തകർന്നതായി ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. KK ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. E സതീഷ് അധ്യക്ഷത വഹിച്ചു. U മോഹൻദാസ്, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കിയ സംഭവത്തിൽ രൂക്ഷമായ പ്രതിഷേധം. വെള്ളിയാഴ്ച രാത്രിയാണ് 30 കോഴികളെ നാലമ്പലത്തിനകത്ത് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ദേവസ്വം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി ഭക്തർ ആക്ഷേപമുന്നയിച്ചു. പൂവൻ കോഴികൾ പഴയന്നൂർ ഭഗവതിയുടെ വാഹനമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തമ്പുരു ഗുരുവായൂരിലെത്തി. ഇനിയുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സ്വാമികൾ ഉപയോഗിച്ചിരുന്ന തമ്പുരു വിളംബര ഘോഷയാത്രയായി അലങ്കരിച്ച വാഹനത്തിലാണ് ഗുരുവായൂരിൽ എത്തിച്ചത്. പാലക്കാട് കോട്ടായിലെ ചെമ്പൈയുടെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കിഴക്കേ നടയിലെ സത്രം ഗേറ്റിലെത്തിയത്. ചെമ്പൈയുടെ കുടുംബാംഗം ചെമ്പൈ സുരേഷിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചേർന്ന് തമ്പുരു ഏറ്റുവാങ്ങി. ചെമ്പൈ സംഗീതോത്സവം കഴിയുന്നതുവരെ തമ്പുരു സംഗീത മണ്ഡപത്തിലുണ്ടാകും. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ദിനം ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഇടയ്ക്ക കലാകാരൻ VM സുധാകരന് മാനവേദ സുവർണമുദ്രയും, കൃഷ്ണനാട്ടം വേഷം കലാകാരൻ KM മനീഷിന് വാസു നെടുങ്ങാടി എൻഡോമെന്റ് സുവർണമുദ്രയും സമ്മാനിച്ചു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കുമ്മാട്ടി കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തിങ്കളാഴ്ച മുതൽ മലക്കപ്പാറ റോഡിൽ ഗതാഗതം സ്തംഭിക്കും. ഒക്ടോബർ 31 മുതൽ കലുങ്കിലൂടെ ചെറുവാഹനങ്ങളെ മാത്രം കടത്തിവിടുന്ന നിയന്ത്രണമുണ്ടായിരുന്നു. ഇതാണ് പൂർണ്ണ സ്തംഭനത്തിലേക്ക് മാറുന്നത്. ചാലക്കുടിയിൽ നിന്നുള്ള ബസ്സുകൾക്ക് വാഴച്ചാൽ വരെ മാത്രമേ പോകാൻ അനുമതിയുള്ളൂ. ആവശ്യമെങ്കിൽ ആനക്കയത്തെ കുമ്മാട്ടി വരെ സഞ്ചരിച്ച് യാത്രക്കാരെ ഇറക്കാം. യാത്രക്കാർക്ക് കലുങ്കിന്റെ ഓരത്തുകൂടി നടന്ന് എതിർവശത്തെ ഏതെങ്കിലും വാഹനത്തിൽ കയറിപ്പോകാം. ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടും വനം വകുപ്പിന്റെ നിസ്സഹകരണമാണ് കലുങ്ക് നവീകരണം വൈകിപ്പിച്ചതെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. ചെറിയ മരങ്ങൾ മുറിച്ചുമാറ്റി താൽക്കാലിക ബദൽ റോഡ് ഒരുക്കുന്നതിന് വനം വകുപ്പ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് റോഡ് അടച്ചുള്ള നവീകരണത്തിന് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. വാണിജ്യം. ഇന്ത്യയിലെ മുൻനിര പ്രീമിയം കാറുകളുടെ നിർമ്മാതാക്കളായ ഹോണ്ട കാഴ്സിന്റെ ജനപ്രിയ SUV ആയ ഹോണ്ട എലിവേറ്റ് ശ്രേണിയിലെ പുതിയ പതിപ്പായ എലിവേറ്റ് അഡ്വഞ്ചർ എഡിഷന്റെ ലോഞ്ചിംഗ് തൃശൂർ വിയൂർ ജോൺസ് ഹോണ്ടയിൽ നടന്നു.
സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സൂപ്രണ്ട് കെ അനിൽകുമാർ, ജോൺസ് ഹോണ്ട സെയിൽസ് മാനേജർ, സർവീസ് മാനേജർ എന്നിവർ ചേർന്ന് ലോഞ്ചിംഗ് നിർവഹിച്ചു. ശക്തമായ ഡിസൈൻ, ആവേശകരമായ ഐവി ടെക് പ്രകടനം, നൂതനമായ ഹോണ്ട സെൻസിംഗ് സുരക്ഷ തുടങ്ങിയ സവിശേഷതകൾ എലിവേറ്റ് അഡ്വഞ്ചറിന് കൂടുതൽ സ്പോർട്ടിയറും അതുല്യവുമായ ലുക്ക് നൽകുന്നു. റോഡിൽ വേറിട്ട് നിൽക്കുന്ന തരത്തിൽ ബോൾഡ് എക്സ്ക്ലൂസീവ് അപ്ഗ്രേഡുകൾ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറുത്ത നിറത്തിലുള്ള ആൽഫ ബോൾഡ് പ്ലസ് ഫ്രണ്ട് ഗ്രിൽ, ഓറഞ്ച് ഹൈലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഫുഡ് ഡെക്കൽ, കറുത്ത റൂഫ് റെയിലുകൾ, അപ്പർ ഗ്രിൽ മോൾഡിംഗ്, ഡോർ മോൾഡിംഗ്സ്, വിൻഡോ ബെൽറ്റ് ലൈൻ മോൾഡിംഗ്, ഷാർക്ക് ഫിൻ ആന്റിന, ഹാൻഡിലുകൾ തുടങ്ങിയവ ആകർഷണീയമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഫെൻഡറുകളിലെ അഡ്വഞ്ചർ എംബ്ലങ്ങൾ, ഓറഞ്ച് ഫോഗ് ലൈറ്റ് ഗാർണിഷ്, മുൻവാതിലിലെ തനതായ ADV ലൈറ്റിംഗ്, ഡെക്കൽ, ഓറഞ്ച് ആക്സന്റുകളുള്ള കറുത്ത അലോയ് വീലുകൾ തുടങ്ങിയവ ഈ കാറിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ഓറഞ്ച് ഹൈലൈറ്റുകളുള്ള പിൻ നമ്പർ സ്കിഡ് ഗാർണിഷ്, ബോഡി കളർ റിയർ സ്കിഡ് പ്ലേറ്റ്, ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകൾക്കായി കറുത്ത സിപ്പില്ലർ എന്നിവയും ഈ കാറിന് കൂടുതൽ സ്പോർട്ടിയർ പ്രീമിയം ഫിനിഷ് നൽകുന്നു. ഓറഞ്ച് സ്റ്റിച്ചിങ്ങും ADV ലോഗോകളുമുള്ള കറുത്ത സീറ്റുകൾ യാത്രക്കാർക്ക് ഏറെ സുഖപ്രദമാണ്. കൂടുതൽ സൗകര്യവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്ന 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം. മെറ്റീരിയോയിഡ്, ഗ്രേ മെറ്റാലിക്, ലൂണാർ സിൽവർ മെറ്റാലിക് എന്നീ നിറങ്ങളിൽ സിംഗിൾ ടോൺ, ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലും ADV പതിപ്പ് ലഭ്യമാകും. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടെ നാട് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സപ്ലിമെന്ററി വോട്ടർ പട്ടിക പുറത്തിറക്കി. SIR മൂലം ജോലി സമ്മർദ്ദമെന്ന് BLOമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും വോട്ടർ പട്ടിക പുതുക്കലും ഒരേ സമയം നടത്തുന്നത് കടുത്ത സമ്മർദ്ദമെന്ന് പരാതി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാനാവാതെ അധികൃതർ. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ കൊല്ലപ്പെട്ട സംഭവം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK മുഹമ്മദ് ഷമീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഭക്തിയുടെ നിറവിൽ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കം. ശബരിമല ക്ഷേത്രനട തുറന്നു. ദർശനത്തിന് വൻ തിരക്ക്. ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.